السلام عليكم ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا كما يحب ربنا ويرضى، ملء السماوات وملء الأرض وملء ما شاء من شيء بعد. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن الآن في الدرس 83 من سلسلة فهم القرآن على أيسر الطريق. ഖുർആൻ പഠനത്തിനുള്ള പോയുടെ 83ാമത്തെ പാഠത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത്. തക്വീറിന്റെ ഒന്നാം ഭാഗം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്തു. ഏതാണ്ട് 82 ക്ലാസ്സുകൾ കഴിയുമ്പോഴേക്കും ഒരു പേജിലെ 99 പദങ്ങളും നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ആകെ ഖുർആനിലെ ആകെ പദങ്ങളുടെ 77.4% നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ആകെയുള്ള 77,500 പദങ്ങളിൽ 60,000 പദങ്ങൾ നിങ്ങളിപ്പോ പഠിച്ചു. ടാർഗറ്റിൽ ഇനി 2,000 പദങ്ങളാണ് ബാക്കിയുള്ളത്. പക്ഷേ ഏകദേശം അതും നിങ്ങൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ടാകും. ഇവിടെ പലരും അതിന്റെ പെർസെന്റേജ് ഇട്ടിട്ടുണ്ട്. എത്ര ഇട്ടിരിക്കുന്നത്? പെർസെന്റേജ് ഇട്ടില്ലായിരുന്നു. പെർസെന്റേജ് ഇടണം വായിച്ചിട്ട് കേട്ടോ. അപ്പോ നമുക്കറിയാൻ പറ്റും. ഓക്കെ, സൂറത്ത് തക്വീർ വഇദൻ നുഫൂസു സുബ്ബിജത് വരെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വിശദമായി പഠിച്ചത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا الموءودة سئلت بأي ذنب قتلت وإذا الصحف نشرت وإذا السماء كشطت وإذا الجحيم سعرت وإذا الجنة أزلفت علمت نفس ما أحضرت. ഇതില് പുതിയ പദങ്ങളൊക്കെ നോക്കിയോ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇത് ചർച്ച ചെയ്തിരുന്നു. 14 സൂക്തങ്ങൾ വരെ കഴിഞ്ഞ ആഴ്ച എടുക്കാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. പിന്നീട് നമ്മൾ സ്പെഷ്യൽ ഗ്രാമർ പഠിച്ചത് കൊണ്ട് അതിലേക്ക് പോയില്ല. ഇതിൽ പുതുതായിട്ട് വരുന്ന ഒരു പദമാണ് അൽ മൗഊദത്തു. അൽ മൗഊദത്തു വഅദ യഇദു എന്നാണ് അതിന്റെ ക്രിയ. വഅദ യഇദു എന്ന് പറഞ്ഞാൽ ജീവനോടെ കുഴിച്ചു മൂടി എന്നാണ്. അതുകൊണ്ട് തന്നെ അത്തരം പദങ്ങൾ ഭാഷയിൽ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ഇപ്പോൾ അങ്ങനെയുള്ള സമ്പ്രദായങ്ങൾ അങ്ങനെ നേർക്കുനേരെ ഇല്ലാത്തതുകൊണ്ട്. ഇപ്പൊ നമ്മൾ സതി എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. സതി എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ ചിതയിൽ ചാടി ഭാര്യ മരിക്കുന്ന സമ്പ്രദായത്തിനാണ് സതി എന്ന് പറയുന്നത്. അപ്പൊ ആ സംഗതി പ്രായോഗികമായി അങ്ങനെ അറിയപ്പെടാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാവില്ല. അതേപോലെയാണ് വഅദ യഇദു എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയെ ജീവനോട് കുടിച്ചുമുടുന്ന സമ്പ്രദായം അജ്ഞാന യുഗങ്ങളിൽ, അന്ധകാര യുഗങ്ങളിൽ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചക ദൗത്യവുമായി വരുമ്പോഴും അത് നിലവിലുണ്ടായിരുന്നു. അതിനെയാണ് വഅദ യഇദു എന്ന് പറയുന്നത്. അപ്പോ വഅദ യഇദു വാഇദുൻ മൗഊദുൻ. വാഇദുൻ പെൺകുട്ടിയെ ജീവനോടെ കുഴിച്ച് മൂടിയവൻ അല്ലെങ്കിൽ മൂടുന്നവൻ. മൗഊദുൻ മൂടപ്പെട്ടത്, കുഴിച്ച് മൂടപ്പെട്ടത്. അപ്പൊ കുഴിച്ച് മൂടപ്പെട്ട പെൺകുട്ടി എന്നാണ് മൗഊദത്തിന് അർത്ഥം. പിന്നതാണ് പുതിയ വാക്ക് ദമ്പനോ? പാപല്ലേ? നമ്മൾ നേരത്തെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ ബഹുവചനങ്ങൾ പഠിക്കാൻ വേണ്ടി പഠിച്ചിട്ടുണ്ട്.
സദറുൻ സുബൂറുൻ പഠിച്ചപ്പോ പാപം നുഷിറത്ത് പഠിച്ചില്ലോ ഇല്ലല്ലോ? നുഷിറത്ത് പഠിച്ചില്ല. നഷറ യൻഷുറു എന്ന് പറഞ്ഞാൽ വിടർത്തി, നിവർത്തി എന്നാണ്. പ്രകാശിപ്പിച്ചു, പബ്ലിഷ് ചെയ്തു എന്നൊക്കെ അതിന്റെ അർത്ഥമുണ്ട് ആധുനികമായ വാക്ക്. മൻഷൂറാത്ത് എന്ന് പറഞ്ഞാൽ പ്രസിദ്ധീകരണങ്ങൾ എന്ന് വരും. നഷറ എന്ന് പറഞ്ഞാൽ ഇവിടെ നിവർത്തി എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നഷറ നിവർത്തി. നുഷിറത്ത് അതിന്റെ കർമ്മണി പ്രയോഗമാണ്. കർമ്മണി പ്രയോഗങ്ങളൊക്കെ എഴുതി ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടോ? കഴിഞ്ഞ അല്ലേ? നഷറ നിവർത്തി, നുഷിറ നിവർത്തപ്പെട്ടു. അത് സുഹഫ് സ്ത്രീലിംഗമായതുകൊണ്ടാണ്. സുഹഫ് എന്ന് പറഞ്ഞാൽ ബഹുവചനമാണ്. മാത്രമല്ല സഹീഫത്തിൻ എന്നാണ് അതിന്റെ ഏകവചനം. അത് സ്ത്രീലിംഗമാണ്. എങ്ങനെ നോക്കിയാലും അത് സ്ത്രീലിംഗമാണ്. അതുകൊണ്ട് അണത്ത് ഉപയോഗിച്ചത്. അതേപോലെ കശത്ത യക്ഷിത്വം എന്ന് പറഞ്ഞാല് മരത്തിന്റെയോ മൃഗത്തിന്റെയോ തൊലി ഉരിക്കുന്നതിനാണ് ഇത് പറയുന്നത്. കശത്ത യക്ഷിത്വം. സൂഫ് പുല്ലിംഗും സ്വഹീഫത്ത് സ്ത്രീലിംഗുമാ? അല്ല, പുല്ലിംഗത്തിന്റെ കാര്യം വല്ലതും പറഞ്ഞായിരുന്നു ഇവിടെ? ആദ്യം പറഞ്ഞത് സുഹഫ് സ്ത്രീലിംഗമാണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു സഹീഫത്തും സ്ത്രീലിംഗം തന്നെയാണ് എന്നും പറഞ്ഞു. പിന്നെ പറഞ്ഞു രണ്ടായാലും സ്ത്രീലിംഗമാണ്. രണ്ടായാലും എന്ന് പറയാൻ കാര്യം എന്താ? ബഹുവചനമായതുകൊണ്ട് സ്ത്രീലിംഗമാണ്. സുഹഫ് ബഹുവചനമായതുകൊണ്ട് കുല്ലു ജംഇൻ മുഅന്നസ് എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ അത് സ്ത്രീലിംഗമാണ്. ഇനി അതിന്റെ ഏകവചനത്തിലേക്ക് പോയാൽ ഏകവചനവും യഥാർത്ഥത്തിൽ സഹീഫത്തുൻ താഴെയുള്ള പദമാണ്. അതുകൊണ്ട് അത് സ്ത്രീലിംഗമാണ്. കുശിത്തത്ത് കശത്ത യക്ഷിത്തു എന്താ പറഞ്ഞത്? തൊലിയുരിച്ചു. തൊലിയുരിച്ചു. ഇവിടെ എന്താർത്ഥത്തിലാ പറഞ്ഞിരിക്കുന്നത്? കുശിത്തത്ത്. അപ്പൊ ആകാശത്തിന്റെ ആകാശം മറനീക്കപ്പെട്ടു. ഇതിൽ ജഹീമു സഈറത്ത്. സഈർ നമ്മൾ കേട്ടിട്ടുണ്ട്, സഈർ. അപ്പൊ അതുകൊണ്ട് സഈറ എന്ന് പറയുന്നത് പുതിയ പദമല്ല. സഈർ എന്താണ്? സഈറ എന്ന് പറഞ്ഞു. കത്തിജ്വലിക്കുന്ന നരകത്തിൽ അവൻ പ്രവേശിച്ചു. അപ്പോ ജ്വലിക്കുന്നത് സഈർ. സഅറ എന്ന് പറഞ്ഞാൽ ജ്വലിപ്പിച്ചു. സഅറ ജ്വലിപ്പിച്ചു അല്ലെങ്കിൽ കത്തിച്ചു. സുഈറ കത്തിക്കപ്പെട്ടു, ആളി കത്തിക്കപ്പെട്ടു. അപ്പൊ സഈർ ജഹീം ആളി കത്തിക്കപ്പെട്ടാൽ ഇതിൽ ജന്നത്തു ഉസ്ലിഫത്ത്. അസ്ലഫ എന്ന് പറഞ്ഞാൽ അടുപ്പിച്ചു. അതാണ് ഒരു പുതിയ വാക്ക്. കഷത്ത പുതിയ വാക്ക്. പിന്നെ മൗഊദത്ത് പുതിയ വാക്ക്. നഷറ പുതിയ വാക്ക്. നഷറ പുതിയ വാക്ക്. അസ്ലഫ പുതിയ വാക്ക്. സഈർ അറിയാവുന്നത് കൊണ്ട് അത് പുതിയതായിട്ട് പരിഗണിക്കുന്നില്ല. സഈർ എന്താ? നരകം, കത്തിജ്വലിക്കുന്ന നരകം. അത് പഠിപ്പിച്ചപ്പോഴേ പറഞ്ഞിട്ടുണ്ട് കത്തിജ്വലിക്കുന്നത് എന്നാണ് അതിന്റെ ആശയം. പിന്നീട് ആ പദം നരകത്തിന്റെ പര്യായ പദമായി ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, അതിനെ പുതിയ പദമായി പരിഗണിക്കുന്നില്ല. കാരണം അതിലെ സീന് ഐന് റ ആണ് 3 അടിസ്ഥാന അക്ഷരങ്ങൾ. ആ 3 അക്ഷരങ്ങളാണ് ഇവിടെ ഉള്ളത്. സഅറ കത്തിച്ചു, ആളി കത്തിച്ചു. സുഈറ ആളി കത്തിക്കപ്പെട്ടു. ഒന്നുകൂടെ നോക്കാം പുതിയ പദങ്ങള്. എന്താണ്? കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടി. ഇത് എന്ന് പറഞ്ഞാൽ ജീവനോടെ കുഴിച്ചു മൂടി. വെറുതെ കുഴിച്ചു മൂടപ്പെട്ടല്ല, ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടി.
എന്നാണ്. അപ്പൊ അത്രയും ദീർഘമായ വാക്ക് വരുമെന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് സതി എന്നൊക്കെ നമ്മൾ പറയുന്ന ഒറ്റ വാക്കിൽ പറയുന്നത്. അപ്പൊ സുഇലത്തിന്റെ പൂർണ്ണക്രിയ എന്താണ്? അതിന്റെ കർത്തരി പ്രയോഗം. സുഇലത്ത് കർമ്മണി പ്രയോഗമാണ്, സഅല കർത്തരി പ്രയോഗം. ലംബിന്റെ ബഹുവചനം ഉത്തിലത്തിന്റെ കർത്തരി പ്രയോഗം കത്തല. സഅലയെ കുറിച്ച് ആരാ ചോദിക്കുന്നത്? സഅല എന്ന് പറഞ്ഞാൽ ചോദിച്ചു എന്നുള്ള അർത്ഥല്ലേ? പിന്നെന്താ പറഞ്ഞത്? വേറെന്തെല്ലാം പറഞ്ഞായിരുന്നോ? ശ്രദ്ധ വിട്ട്. ചോദിച്ചു. നിങ്ങൾ ശ്രദ്ധ വിട്ടുപോയില്ലെന്നാണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. നിങ്ങളെക്കാളും സീനിയർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു. അല്ല, ചോദിച്ചു. അപ്പൊ ഇനി ശ്രദ്ധ വിട്ടുപോയാൽ ചോദിക്കരുത്. ഇവിടെ സഅലയെ കുറിച്ചാ പറഞ്ഞത്. അതിനെ കുറിച്ച് തന്നെ ചോദിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിക്കും. സഅല എന്ന് പറഞ്ഞാൽ ചോദിക്കുക. സഅലയെ കുറിച്ച് തന്നെ ചോദിച്ചാൽ സുഇലൽ ഉസ്താദു അൻ സഅല. സുഇലൽ ഉസ്താദു അൻ സഅല. ഉസ്താദ് സഅലയെ കുറിച്ച് ചോദിക്കപ്പെട്ടു. ഉസ്താദ് ചോദ്യത്തെ പറ്റി ചോദിക്കപ്പെട്ടു. അങ്ങനെ ചോദ്യമല്ല, ഉസ്താദ് സഅലയെ കുറിച്ച് ചോദിക്കപ്പെട്ടു. സുഹഫിന്റെ ഏകവചനം നുഷിറത്ത് എന്ന് എന്തുകൊണ്ടാ സ്ത്രീലിംഗം ഉപയോഗിച്ചത്? നുഷിറത്ത് സുഹഫ് സ്ത്രീലിംഗമായതുകൊണ്ട്. അത് ബഹുവചനമായിട്ട് സ്ത്രീലിംഗമായതുമാകാം, അല്ലെങ്കിൽ ഏകവചനത്തിൽ നിന്നും വന്ന സ്ത്രീലിംഗമായതും ആകാം. സഹീഫത്ത് സ്ത്രീലിംഗമാണ്, സുഹഫ് ബഹുവചനമായതുകൊണ്ട് സ്ത്രീലിംഗമാണ്. അപ്പൊ കുഷിതത്ത് അവിടെ സ്ത്രീലിംഗം ഉപയോഗിക്കാൻ കാര്യം എന്താ? സ്ത്രീലിംഗമായിട്ടാണ് ഭാഷയില് ഉപയോഗിക്കപ്പെടുന്നത്. ഇത് സമാ കുഷിതത്ത് എന്ന് പറഞ്ഞാൽ ആകാശം മറ നീക്കപ്പെട്ടാൽ. ഇപ്പൊ എന്താണ് അവിടെ ഒരു എന്താ പറയാ, മിസ്റ്റീരിയസ് ആണ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ആകാശം ഇത് എന്താണെന്നുള്ളത് യഥാർത്ഥം നമുക്കറിയില്ല. പലരും പലതരം ജീവജാലങ്ങൾ ഉണ്ട് എന്ന് പറയും. പലതരം സൃഷ്ടികൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ജിന്നുകൾ ഉണ്ടാകാം, മലക്കുകൾ ഉണ്ടാകാം. അപ്പൊ എന്താണ് അവിടെ എന്താണ് സംഭവം എന്ന് നമുക്കറിയാം. അള്ളാഹെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞു അന്തും അല്ല, നിങ്ങൾ ആകാശത്തുള്ളവനെ കുറിച്ച് നിങ്ങൾ നിർഭയരാണോ? അമിൻതും മംഫി സമാ എന്ന് ചോദിച്ചു. ആകാശത്തുള്ളവനെ കുറിച്ച് നിങ്ങൾ നിർഭയരാണോ എന്ന് ചോദിച്ചു. അപ്പൊ അള്ളാഹ് അവിടെ ഉണ്ടെന്ന്, ആകാശത്തുണ്ട്. അപ്പൊ അള്ളാഹ് എവിടെയാണ്? അപ്പൊ എന്താണ്? ഇപ്പോൾ യഥാർത്ഥത്തിൽ നിഗൂഢമാണ്. അന്ന് എന്ത് ചെയ്യും? ഖിയാമത്ത് നാളിൽ അത് മറനീക്കി എല്ലാ സംഗതികളും കാണിക്കപ്പെടും, എല്ലാം ഡിസ്ക്ലോസ് ചെയ്യപ്പെടും. പിന്നെ നിഗൂഢതകളൊന്നുമില്ല. നരകാഗ്നി അല്ലെങ്കിൽ നരകം ആളിക്കത്തിക്കപ്പെട്ടാൽ നരകം അവിടെ കാത്തിരിക്കുകയാണ്. അന്നേരം എന്ത് ചെയ്യും? ആളിക്കത്തിക്കപ്പെടും. ഇതിൽ ജന്നത്ത് ഉസ്ലിഫത്ത്, സ്വർഗം അടുപ്പിക്കപ്പെടും. സ്വർഗം ഇതാ അടുത്തടുത്തിരിക്കുന്നു എന്ന് ആർക്ക് തോന്നും? സ്വർഗത്തിന്റെ അവകാശികൾക്ക് തോന്നുന്നത് അടുത്തെത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് അതിനെ ഫീൽ ചെയ്യാൻ പറ്റും. ഈ ലോകത്ത് വെച്ച് തന്നെ സ്വർഗത്തെ കുറിച്ച് ഫീൽ ചെയ്യാൻ പറ്റിയിരുന്നു. ആ സ്വർഗത്തെ പ്രതീക്ഷിച്ച് പണിയെടുത്തിരുന്നവർക്കെന്നാ അവര് പാടി എന്നൊക്കെ പാടിയവർ. യാ ഹബ്ബദൽ ജന്നത്തു, എത്ര മനോഹരമായിരിക്കുന്നു ആ സ്വർഗം. വഖ്തിറാബുഹ, അതിന്റെ സാമീപ്യവും. യഹബ്ബദൽ ജന്നത്തു വഖ്തിറാബുഹ തയ്യിബത്തും വബാരിദുൻ ശറാബുഹ, അത് വളരെ അതിന്റെ അതുപോലുള്ള അതിന്റെ സംഗതികളൊക്കെ എന്താണ്? വളരെ
മനോഹരമാണ്, നല്ലതാണ്, തൊയ്യബാണ് എന്നൊക്കെ പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് അവർ പാടി. എവിടെ വെച്ചിട്ടാ? യുദ്ധക്കളത്തിൽ വെച്ച് പാടുകയാണ് അവര്. സ്വർഗം ഇതാ അടുത്തെത്തിയിരിക്കുന്നു എന്ന് പാടി. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഫീൽ ചെയ്യാൻ പറ്റും. അവിടെ ഈ പദ്യം പാടിക്കൊണ്ട് ആ സഹാബി അവിടെ വെച്ച് മരിച്ചെന്നാണ് പറയുന്നത് യുദ്ധകളത്തിൽ. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്കല്ല, നമുക്കും അത് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുകയാണെങ്കിൽ അത് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്, വൈദൽ ജന്നത്തു ഉസിൽബത്ത്, സ്വർഗം അടുപ്പിക്കപ്പെട്ട. അബ്ദുലഫ അടുപ്പിച്ചു. കേക്കുന്നു. ഇതാരാത്? അല്ലാന്ന് അടുത്ത പ്രാവശ്യം മനസ്സിലാവും. 2 പ്രാവശ്യം ഞാൻ ഓഫ് ചെയ്തു. അസ്ലഫ അടുപ്പിച്ചു. സുൽഫ എന്നൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അടുപ്പം, സാമീപ്യം. അസ്ലഫ അടുപ്പിച്ചു, ഉസ്ലിഫ അടുപ്പിക്കപ്പെട്ടു. അപ്പൊ ഇത് അഞ്ചല ഗ്രൂപ്പിന്റെ കർമ്മണി പ്രയോഗമായി. അഞ്ചല ഗ്രൂപ്പിന്റെ കർമ്മണി പ്രയോഗം. അഞ്ചല ഇറക്കി, ഉൻസില ഇറക്കപ്പെട്ടു. അസ്ലഫ അടുപ്പിച്ചു, ഉസ്ലിഫ അടുപ്പിക്കപ്പെട്ടു. അപ്പൊ ഇതെല്ലാം സംഭവിച്ചു കഴിയുമ്പോഴേക്കും അലിമത്ത് നഫ്സുൻ. അപ്പൊ ഇതുവരെ പറഞ്ഞതെല്ലാം എന്താണ്? ഇതാ ചേർന്നിട്ടുള്ള കണ്ടീഷൻസ്. ഇതാ ചേർന്നിട്ടുള്ള കണ്ടീഷൻ. ഇത് ശംസു കുബിറത്ത്, സൂര്യൻ ചുറ്റിപ്പൊതിയപ്പെട്ടാൽ, നക്ഷത്രങ്ങൾ ഉതിർന്നു വീണാൽ, ജിബാൽ സുയ്യിറത്ത്, പർവ്വതങ്ങൾ സഞ്ചരിപ്പിക്കപ്പെട്ടാൽ, പൂർണ്ണ ഗർഭിണികളായ ഒട്ടകം ഉപേക്ഷിക്കപ്പെട്ടാൽ, വന്യജീവികൾ, പരസ്പരം ശത്രുതയുള്ള വന്യജീവികളെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ, വെള്ളത്താൽ വെള്ളമാകുന്ന ബഹർ, വെള്ളമടങ്ങിയ ബഹർ, ജലാശയം, വൻ ജലാശയം ഇയാൾ കത്തിക്കപ്പെട്ടാൽ, സുജ്ജിറത്ത്, ഇതിൽ നുഫൂസ് സുബ്ബിജത്ത്, ആത്മാക്കൾ കൂട്ടിയിണക്കപ്പെട്ടാൽ, ഇതിൽ മൗഊദത്ത് സുഇലത്ത്, ജീവനോടെ കുഴിച്ചുമൂടപ്പെട്ട പെൺകുട്ടിയോട് പോലും ചോദിക്കപ്പെടും. ചോദിക്കപ്പെട്ടാൽ, അത് നമ്മൾ പറഞ്ഞില്ലായിരുന്നു. ഏതൊരു പാപത്തിന്റെ, അയ്യു എന്ന് പറഞ്ഞാൽ ഏതൊന്ന്, ഏതൊരു പാപത്തിന്റെ മേലാണ് ഖുതിലത്ത് അവൾ വധിക്കപ്പെട്ടത് എന്ന്. എന്റെ മോളെ, നീ എന്തിനാണ് വധിക്കപ്പെട്ടത്? നിന്നെ എന്തിനാണ് ഈ ദുഷ്ടന്മാര് കൊന്നത് എന്ന് ചോദിക്കുന്ന സന്ദർഭം എന്നാണ്. അപ്പൊ പെൺകുട്ടികളല്ല യഥാർത്ഥത്തിൽ കുറ്റവാളിയെ എന്ന് എനിക്കല്ല ചോദിക്കപ്പെടുന്നത്. നമ്മൾ പറയുമല്ലോ, അപ്പൊ എന്റെ മോളെ, നിന്നെ എന്തിനാണ് ഈ കാപാലികര് കൊന്നത്? നിന്നെ എന്തുകൊണ്ട്, എന്തിനു വേണ്ടി നിന്നെ ഇങ്ങനെ മർദ്ദിച്ചു, അല്ലെങ്കിൽ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ നിന്നെ കുഴിച്ചുമൂടി എന്നൊക്കെ ചോദിക്കുന്ന സന്ദർഭം. ഏടുകൾ തുറക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏടുകൾ ഏതാണ്? ജീവിതത്തിന്റെ ഏടുകൾ. അതുവരെ മനുഷ്യൻ ജീവിച്ചു തീർത്ത ജീവിത റെക്കോർഡുകളെല്ലാം എന്ത് ചെയ്യും? അവിടെ ഓപ്പൺ ആകും, ഡിസ്ക്ലോസ്. നുഷിറത്ത് എന്ന് പറഞ്ഞാൽ അവിടെ വേറൊന്നും പറയേണ്ട കാര്യമില്ല. ഉദ്ദേശിക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും? തുറക്കപ്പെടും. ഏടുകൾ നിവർത്തപ്പെട്ടാൽ, നിഗൂഢത അടങ്ങിയ നിഗൂഢമായ ഈ സ്വാകാശ വാനലോകം മറനീക്കി കാണിക്കപ്പെട്ടാൽ, നരകം കത്തിക്കപ്പെട്ടാൽ, കുറ്റവാളികൾക്ക് വേണ്ടി തയ്യാറാക്കി വയ്ക്കപ്പെട്ടിട്ടുള്ള നരകം കത്തിജ്വലിക്കപ്പെട്ടാൽ, ജന്നത്ത് ഉസ്രിഫത്ത്, വിശ്വാസികൾക്ക് വേണ്ടി, അള്ളയെ പേടിച്ച് ജീവിച്ചവർക്ക് വേണ്ടി, അനുസരിച്ച് ജീവിച്ചവർക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗം ഇതാ അടുത്തെത്തിയിരിക്കുന്നു എന്ന് തോന്നപ്പെട്ടാൽ, അങ്ങനെ അടുപ്പിക്കപ്പെട്ടാൽ, ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ അലിമത്ത് നഫ്സ്. അപ്പൊ ഇതുവരെ പറഞ്ഞ എല്ലാം എന്താണ്? ഉപാധികളാണ്. ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ അലിമത്ത്, അറിഞ്ഞതു തന്നെ. എന്താണ്? മാവിയായിട്ടാണ് ഉപയോഗിക്കുന്നത് അലിമത്ത്. അലിമത്ത് അറിഞ്ഞു. നഫ്സുൻ, ഓരോ ആത്മാവും. അപ്പൊ അലിമത്ത് സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം നഫ്സ് സ്ത്രീലിംഗമാണ്. നഫ്സ് എന്ന വാക്ക് സ്ത്രീലിംഗമാണ്. ഇൻസാൻ പറയുമ്പോഴും നാസ് എന്ന് പറയുമ്പോഴൊക്കെ എന്താണ്? അവിടെയൊക്കെ പുല്ലിംഗമാണ്. അതേസമയം നഫ്സ് എന്ന് ആത്മാവ്, ഓരോ വ്യക്തി എന്ന അർത്ഥത്തിലാണ് നഫ്സ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നഫ്സ് എന്ന് പറയുമ്പോൾ നഫ്സ് എന്താണ്? ആ പ്രയോഗം സ്ത്രീലിംഗ പ്രയോഗം. അലിമത്ത് നഫ്സും അഹ്ബറത്ത്. അപ്പൊ ഓരോ ആത്മാവും മനസ്സിലാക്കി കഴിയും. അഹ്ബറത്ത്, അത് എന്താണ് ഹാജരാക്കിയത്? അഹ്ബറ, ഹാജരാക്കി.
അഹ്ദറ ഹാജരാക്കി. ഇതാണ് ഹാദിർ. ഹദറ ഹാജരായി എന്നാണ്. ഹദറ ഹാജരായി. ഹാദിർ എന്ന് പറഞ്ഞാൽ ഹാജരായി. ഹാജർ എന്ന വാക്ക്, ഹാജർ എന്ന വാക്ക് ഹാദിറിൽ നിന്ന് വന്നതാണ്. ഹാജർ അത് ഹാജറല്ലേ? ഇത് അത് ഹാജറ വേറെ, ഹാജറ വേറെ. അത് നമുക്ക് ഹജ്ജിന് പോകുമ്പോൾ കാണാം. ഇത് ഹാദിർ. അതിനെയാണ് എന്താക്കിയത്? മലയാളത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് ഹാദിറായി എന്നാണ്, ഹാദിറായി എന്നാണ് പറയേണ്ടത്. അത് ഭാഷയിലേക്ക്, വേറൊരു ഭാഷയിലേക്ക് വരുമ്പോ അതിൽ എന്ത് ചെയ്യും? ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പൊ ഹാജറക്കും ഹാജറക്കും രണ്ടും ഒരേ അർത്ഥല്ലേ? ഏത് ഹാജറ? ഹാജറാന്റെ പെണ്ണിന്റെ പേര് അത് വേറെ. അറ്റൻഡൻസ് എടുക്കുമ്പോ ഹാജർ ഹാജർ എന്ന് പറയാം. ഹാജർ ഹാജർ എന്ന് പറയുന്നതാണ് ഇവിടെ ഹാദർ. ഹാദിറാണ് ഹാദിർ. പണ്ടൊക്കെ മദ്രസയിൽ ഹാദിർന്നല്ലേ പറയാം. അത് പണ്ടത്തെ ഇപ്പോഴത്തെ മദ്രസയിൽ അറിവ് പഠിപ്പിക്കുന്നില്ല. ഹാജർ എന്നാണല്ലോ പറയാ. ഹാദിർ അറിയണ്ടോ? പറയും പെൺകുട്ടികള് അത് തന്നെ ഹാജിറ. ഹാദിറയാണ് ഹാദിറ. പറയും. ഹാദിർ ഹാദിറത്തുൻ എന്നാണ്. ഹാദിറത്തുൻ എന്ന വാക്കാണ് ഹാദിറ. എന്തായാലും ഇതിൽ നിന്നും അങ്ങോട്ട് നമ്മുടെ കടം കൊടുത്തതാണ് മലയാളികൾക്ക്. മലയാളത്തിലേക്ക് അറബിയിൽ നിന്ന് കടമെടുത്തതാണ്. അഹ്ദറത്ത്, അത് ഹാജരാക്കിയത്. അഹ്ദറത്ത് എന്ന് പറഞ്ഞാൽ ആ നഫ്സ് ഹാജരാക്കിയത് എന്താണെന്നുള്ളത് അവിടെ വെച്ച് ബോധ്യപ്പെടും. എന്തൊക്കെയാണ് ഞാൻ പണി ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് അന്നേരം മനസ്സിലാകും. അപ്പൊ എല്ലാ സംഗതിയും എന്താണ്? നശറ യൻഷുറു. എവിടെയായിരുന്നു? വേണ്ട, പബ്ലിഷ് ചെയ്തു, പ്രസിദ്ധീകരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. യൻഷുറു റഹ്മത്തഹു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. യൻഷുറു എന്ത് ചെയ്യുന്നു? വ്യാപിപ്പിക്കുന്നു. യൻഷുറു നിവർത്തി വിരിച്ചു. ഓക്കെ. നശറ യൻഷുറു പബ്ലിഷ് ചെയ്തു, നിവർത്തി. സമാഇന്റെ ബഹുജനം എന്താ? സമാവാത്ത്. അപ്പൊ ഇതിൽ വന്ന കർമ്മണി പ്രയോഗങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്തതാണ്. ഇനിയിപ്പോ അത് വീണ്ടും അതിലേക്ക് പോകുന്നില്ല. അതിന്റെയൊക്കെ കർത്തനെയും കർമ്മണിയും കൃത്യമായി അറിഞ്ഞിരിക്കണം. അതൊക്കെ പരീക്ഷയ്ക്ക് പ്രാധാന്യപൂർവ്വം ചോദിക്കുന്ന സംഗതിയാണ്. ആളെ കത്തിച്ചു, കത്തിക്കപ്പെട്ടു. അപ്പൊ എന്താണ്? സബ്ബഹ ഗ്രൂപ്പിന്റെ കർമ്മണി പ്രയോഗവും പഠിച്ചു. അസ്രബ പഠിച്ചപ്പോ അൻസല ഗ്രൂപ്പിന്റെ കർമ്മണി പ്രയോഗവും പഠിച്ചു. ഓക്കെ. ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു ക്രിയയാണ് പറയുന്നത്. നമ്മൾ ക്രിയകൾ ഇവിടുത്തെ ക്ലാസ്സിൽ ക്രിയയ്ക്ക് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കേണ്ട കാര്യമില്ല. നമ്മൾ പഠിച്ച ക്രിയകളുടെ പോലുള്ള ക്രിയകളാണ്, പഠിച്ച ക്രിയകൾ പോലുള്ള ക്രിയകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ ക്രിയകൾ കുവീറത്തിന്റെ കൗവറാന്നാണ് പറയാ. അത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറച്ചേരം ഉണ്ടായിരുന്നുള്ളൂ, വയ്യായിരുന്നു. അത് തന്നെ. ഓക്കെ. കവ്വറ ചുറ്റിപ്പതിഞ്ഞു. അപ്പൊ അവിടെ തന്നെ സബ്ബഹ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ. ഇവിടെ 2 അക്ഷരം, 2 ദുർബലാക്ഷരമുള്ള ഒരു ക്രിയയാണ്. ക്രിയ ഈ സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ട്. ബാക്കി എല്ലാത്തിലും ഒരക്ഷരമുള്ളതാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ വരുമ്പോൾ 2 അക്ഷരമുണ്ട്. ഒരക്ഷരം തുടക്കത്തിലും വേറൊരക്ഷരം അവസാനത്തിലും. പോയാൽ പിന്നെ സുരക്ഷിതമായ ഒരക്ഷരം മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യും? നമ്മള് മാതൃകാ ടേബിൾ എന്താ നമ്മൾ പറഞ്ഞത്? മാസ്റ്റർ ടേബിൾ ഏതൊക്കെ മാസ്റ്റർ ടേബിൾ? 3 മാസ്റ്റർ ടേബിൾ, അല്ലെ 2 മാസ്റ്റർ ടേബിൾ നോക്കണം. ഒന്ന് വജതയുടെ മാസ്റ്റർ ടേബിൾ നോക്കണം, പിന്നെ ഹദായുടെ മാസ്റ്റർ ടേബിൾ നോക്കണം. ഇത് രണ്ടും നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ക്രിയയെ പരിവർത്തിപ്പിക്കേണ്ടത്. അപ്പോ വജത യജിദു വരുമ്പോൾ വരുന്നത് പോലെ വഖയഖി. അപ്പൊ വജത യജിദുവിന്റെ കൽപ്പന വരുമ്പോൾ തുടക്കത്തിൽ അക്ഷരം പോകും. പിന്നെ ബാക്കി യഖി എന്നതിൽ ഖീ മാത്രമേ ഉള്ളൂ. ഹദാ യഹ്ദിക്ക് എന്ത് വരും?
അപൂർണക്രിയ വരുമ്പോൾ അല്ലെ കൽപ്പനക്രിയ വരുമ്പോൾ അവസാനത്തെ അക്ഷരം പോവും. ഇഹ്ദി. കൽപ്പനക്രിയയിൽ വജദ യജിദുവിന് ആദ്യത്തെ അക്ഷരം പോവും, ഹദ യഹ്ദിക്ക് അവസാനത്തെ അക്ഷരം പോവും. അപ്പൊ ഇവിടെ ഹദ യഹ്ദി പോലെയും വജദ യജിദ് പോലെയുമുള്ള ക്രിയ ആകുമ്പോൾ കൽപ്പനക്രിയയിൽ തുടക്കത്തിലെ അക്ഷരം പോവും, അവസാനത്തെ അക്ഷരം പോവും. ബാക്കി പിന്നെ ടി എന്ന ഒരു അക്ഷരം മാത്രമേ ഉള്ളൂ. അപ്പൊ നീ സംരക്ഷിക്കൂ എന്ന് അറബിയിൽ പറയാൻ വേണ്ടി ഒരക്ഷരം മാത്രമേ ഉള്ളൂ, ടി. അപ്പൊ നമ്മള് ഇപ്പൊ നമ്മള് കൂവന്നിടൂലേ, കൂവു. എന്തിനാ കൂവിടുന്നത്? സൂക്ഷിച്ചോളി എന്ന് പറയുന്നതാണ്. സൂക്ഷിച്ചോളിയും, എന്തോ സംഭവം ഉണ്ട്, ആപത്തുണ്ട്, അതിനാണ് കൂവിടുന്നത്. മനസ്സിലായ? ടി എന്ന് പറഞ്ഞാൽ നീ സൂക്ഷിക്കൂ, കൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സൂക്ഷിക്കൂ. അപ്പോ വജദ യജിദുവിന്റെ കൽപ്പനക്രിയ ഇനി വരുമ്പോൾ ജിദ് എന്നാകും, വാ പോവും. അതാ യഹ്ദിയുടെ കൽപ്പനക്രിയ വരുമ്പോൾ യഹ്ദി എന്നാകും, അവസാനത്തെ അക്ഷരം പോവും. ഇപ്പൊ രണ്ടും കൂടെ ചേർന്നപ്പോൾ തുടക്കത്തിലെ ദുർബലാക്ഷരം പോയി, അവസാനത്തെ ദുർബലാക്ഷരം പോയി കഴിഞ്ഞാൽ പിന്നെ തി മാത്രമാണ്. അതേസമയം ഹദാ യഹ്ദിയുടെ കൽപ്പനക്രിയ വന്നു, ബഹുവചനം വന്നപ്പോൾ യഹ്ദി യഹ്ദൂ എന്ന് വന്നു. അതേപോലെ ജിദ് വന്നപ്പോൾ ജിദൂ എന്ന് വന്നു. അപ്പോ ഇവിടെ ദുർബലാക്ഷരം, തുടക്കത്തിലുള്ള ദുർബലാക്ഷരം കളയണം. ജിദ് ജിദൂ വന്നതുപോലെയാണ്. യഹ്ദി യഹ്ദൂ വന്നിടത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. ജിദ് ജിദു വന്നിടത്ത് തുടക്കത്തിലുള്ള അക്ഷരം പോയിട്ടുണ്ട്. അപ്പൊ അതേപോലെ വക്കാ യക്കി വരുമ്പോൾ തുടക്കത്തിലെ വാ വേണ്ട, കൽപ്പനക്ക് ബഹുവചനത്തിൽ എന്തായി? ഊ. ഈ വാക്ക് ഖുർആനിൽ വായിച്ചിട്ടുള്ള ആരൊക്കെ ഉണ്ട്? ഖുർആനിൽ കൂ കിട്ടിട്ടുണ്ട? കൂന്ന് ആരും വായിച്ചിട്ട്? അത് തന്നെ, കൂ അംഫുസക്കും യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, കൂ നിങ്ങൾ സൂക്ഷിച്ചോളീ, അംഫുസക്കും നഫ്സിന്റെ ബഹുവചനം അംഫുസ്, നിങ്ങളെ തന്നെ സൂക്ഷിച്ചോളൂ. പിന്നെ വ അഹ്ലീക്കും, നിങ്ങളുടെ കുടുംബത്തെയും. അതേതായ ആയത്ത്? സൂറത്തു തഹ്രീം, ഒന്നാമത്തെ പേജിന്റെ അവസാനം കാണും, അവസാനത്തിന്റെ മുമ്പത്തെ ആയത്ത്. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. അത് കഴിഞ്ഞിട്ടാണ് يا أيها الذين آمنوا എന്താണ് അടുത്ത ആയത്ത്? അതെ, സൂറത്ത് തഹ്രീമിന്റെ ഒന്നാമത്തെ പേജിന്റെ അവസാനത്തിന് മുമ്പത്തെ ആയത്ത്. അപ്പൊ എന്തായി? ഈ അയക്കൂവായി. പിന്നീട് കൽപ്പനക്രിയ വരുമ്പോ ലാ തജിദ് എന്നതുപോലെ ലാ തഖി, ഹദാ യഹ്ദിക്ക് വന്നപ്പോ ലാ തഹ്ദി. അപ്പോ ലാ തജിദ് എന്ന് വന്നിടത്ത് തുടക്കത്തിൽ വ്യത്യാസമൊന്നുമില്ല, വാ നേരത്തെ പോയിട്ടുണ്ട്, മജദ് യജിദ് വന്നപ്പോ പോയി. പക്ഷെ യഹ്ദി ലാ തഹ്ദി എന്ന് പറഞ്ഞിടത്ത് അവസാനത്തിൽ എഴുതിയിട്ടില്ല. അതേപോലെ ലാ തഖി, നീ സൂക്ഷിക്കരുത്, ലാ തഖൂ, നിങ്ങൾ സൂക്ഷിക്കുക. ഹദാ യഹ്ദിയുടെ കർത്താവ് പോലെ ഹാദിൻ, ഹദാ യഹ്ദിയുടെ കർത്താവ് പോലെ ഹാദിൻ, ഹദാ യഹ്ദിയുടെ കർത്താവ് ഹാദിൻ, ദുർബലാക്ഷരം, അവസാന ദുർബലാക്ഷരം പോകും. വജദ് യജിദുവിന് വാജിദുൻ എന്നാണ്, ഇപ്പൊ ദുർബലാക്ഷരം പോകുന്നില്ല. അപ്പൊ ഇവിടെ വക്കായക്കയുടെ ആദ്യത്തെ അക്ഷരം നിലനിൽക്കും, അവസാനത്തെ അക്ഷരം പോകും. വാക്കിൻ, സൂക്ഷിക്കുന്നവൻ. മൗഖിയുൻ, ഹാദിൻ മഹ്ദിയുൻ എന്ന് പറയുന്നത് പോലെ മൗഖിയുൻ, വാക്കിൻ മൗഖിയുൻ, സൂക്ഷിക്കപ്പെട്ടവൻ, സംരക്ഷിക്കപ്പെട്ടവൻ. വിഖായത്തുൻ, സംരക്ഷണം, വിഖായത്തുൻ, സംരക്ഷണം. അപ്പൊ എവിടെ നിന്ന് വന്നു? ഹദാ യഹ്ദിക്ക് എങ്ങനെ വന്നു? ഹാദിൻ, മഹ്ദിയുൻ, ഹിദായത്തുൻ, ഹുദൻ. ഹുദൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ പോയ ഒരു ദുർബലാക്ഷരമില്ലേ, ആ ദുർബലാക്ഷരം തിരിച്ചു വന്നതാണ്. ഹദാ യഹ്ദി പറഞ്ഞായിരുന്നു ഹാദിൻ മഹ്ദിയുൻ. ഹാദിൻ വന്നപ്പോ മഹ്ദിയുൻ എങ്ങനെ വന്നു? യാ വന്നു, ഹാദിൻ.
മഹ്ദിയുൻ. അതേപോലെ വാക്കിൻ മൗഖിയുൻ, മഹ്ദിയുൻ, മൗഖിയുൻ. ഈ ഒരു സ്കെയിൽ പഠിക്കുന്നത് നമ്മൾ അത് വേഗം 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 പറയാൻ പഠിക്കുന്ന എന്തിനാ പറഞ്ഞത് വേഗം വേഗം പഠിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഞങ്ങളെ കൊണ്ട് പണിയെടുപ്പിച്ചതല്ല, കളിപ്പിച്ചതല്ല. ഇത് വേഗം വേഗം പഠിച്ചാൽ ഇതേപോലെ ഓട്ടോമാറ്റിക് ആയിട്ട് വേറെ ഏത് വാക്ക് വന്നാലും നമ്മുടെ നാവ് ചലിച്ചോളും. പ്രാക്ടീസ് ചെയ്യാണ്. അങ്ങനെ തന്നെ ഇംഗ്ലീഷ് നമ്മൾ ടൈപ്പ് ചെയ്യാൻ പഠിക്കുന്നില്ലേ, ഏത് ലാംഗ്വേജും ടൈപ്പ് ചെയ്യാൻ പഠിക്കും. ടൈപ്പ് ചെയ്യാൻ പഠിച്ചാൽ പിന്നെ അതിന്റെ ടെക്സ്റ്റ് ഒറിജിനൽ നോക്കി തന്നെയാണ് ടൈപ്പ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾ ടൈപ്പ് ചെയ്യുന്ന പോലെയല്ല. ടൈപ്പിസ്റ്റ് ആണെങ്കിൽ യഥാർത്ഥത്തിൽ കാണാൻ ടൈപ്പ് ചെയ്യുന്നത്. അതിനാണ് അത്രയും വിരലുകൾക്കൊക്കെ ഇത് കൊടുത്തിരിക്കുന്നത്. അസൈൻ ചെയ്ത് ഓരോ അക്ഷരങ്ങൾ ഓരോ വിരലുകൾക്ക് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ നമ്പർ ഏത് വിരലുകൊണ്ട് അടിക്കണം, മുകളിലത്തെ നമ്പർ ഇടത് സൈഡിൽ നിന്ന് ഏതുകൊണ്ട് അടിക്കണം, TOWER ഏത് നമ്പറോട് അടിക്കണം, ASDF ഏത് വിരലുകൊണ്ട് അടിക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ. അത് എന്തിനാ പഠിപ്പിക്കുന്നത് വെച്ചാൽ പിന്നീട് കാണാതെ തന്നെ പറയാൻ പറ്റും, ടൈപ്പ് ചെയ്യാൻ പറ്റും. കീബോർഡ് കാണാതെ തന്നെ ടൈപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇംഗ്ലീഷ് പഠിക്കാനും മലയാളം പഠിക്കാനും പാടില്ല, അറബി പഠിക്കാനും പാടില്ല, ബുദ്ധിമുട്ടില്ല. മലയാളത്തില് 56 അക്ഷരങ്ങളും ചെയ്യാൻ പറ്റും, കാണാൻ അടിക്കാൻ പറ്റും. ഞാൻ അടിച്ചിട്ടുണ്ട്. മിനിറ്റില് 50-60 വാക്ക് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞ് അവർ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് അന്ന്. പിന്നീട് ആ കീബോർഡൊക്കെ പോയി. ഇപ്പം കമ്പ്യൂട്ടർ കീബോർഡ് വേറെ കീബോർഡായി. റെമിങ്ടൺ കീബോർഡ് അന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ മിനിറ്റിൽ 60 വാക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും എന്നവർ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. KGTE, കേരള ഗവൺമെന്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ബോർഡ്. അല്ലേ? അപ്പൊ അതേപോലെ വരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത് വേഗത്തിൽ പറഞ്ഞു പഠിക്കണമെന്നത്. അപ്പൊ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ ASDF പതുക്കെ അടിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, വേഗം 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 പഠിക്കും. അവസാനം പിന്നെ ABCDEFGHIJ വേഗം അടിക്കും. പിന്നെ അത് കഴിഞ്ഞ് നേരെ തിരിച്ചു പഠിക്കണം. തിരിച്ചു എന്തിനാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പിന്നെ സംശയം ഉണ്ടാകാൻ പാടില്ല. അതേപോലെ വക്കായൊക്കെ അല്ലെങ്കിൽ വചനേജിത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതേപോലെയുള്ള ക്രിയകളെല്ലാം പത്തായത്തെ പഠിച്ചാൽ അതേപോലെയുള്ള ക്രിയ എപ്പോഴും പറയാൻ പറ്റും. ഇഷ്ടംപോലെ പഠിച്ചാൽ അങ്ങനെ പറയാൻ പറ്റും. അതേപോലെ വേഗത്തിൽ പറഞ്ഞു പഠിക്കണം. അപ്പൊ പിന്നെ എവിടെയൊക്കെയാണ് എന്തുകൊണ്ട് എവിടെ ഒന്ന് വാക്കിൻ മൗഖിയുൻ വിഖായത്തുൻ ഹിദായത്തുൻ. ഹിദായത്തുൻ പോലെ വിഖായത്തുൻ. പിന്നെ താഴെ ഇവിടെ നിന്നുള്ള ചോദ്യമല്ല. കാരണം എന്താണ്, നമ്മൾ പഠിച്ച പാറ്റേണിൽ അതുകൊണ്ടായിരുന്നു. അതേപോലെ ഇതിലും വരും ഹുദൻ വ ഹിദായത്തുൻ എന്നുള്ളത്. അതേപോലെ വാക്കിൻ സംരക്ഷിക്കുന്നവൻ, മൗഖിയും സംരക്ഷിക്കപ്പെടുന്നത്, വിഖായത്തുൻ സംരക്ഷണം, ഹിയ വഖത്ത്, ഹിയ ഹദത്ത് എന്ന് പറയുന്ന പോലെ ഹിയ വഖത്ത്. വജദ യജിദ് വന്നപ്പോ ഹുവ വജദ ഹിയ വജദത്ത്. ഇപ്പൊ വായ അവിടെ തന്നെ ഉണ്ട്. അതേപോലെ അതേസമയം ഹദ യഹ്ദി വന്നപ്പോൾ ഹുവ ഹദ ഹിയ ഹദത്ത് എന്ന് വന്നു. അപ്പൊ ഇടയിലുള്ള അക്ഷരം ദുർബലാക്ഷരം പോയി, അവസാന ദുർബലാക്ഷരം പോയി, ഹിയ ഹദത്ത്. അതേപോലെ ഹിയ വഖത്ത്, ഹിയ തഹ്ദി എന്ന് പറയും. അതേപോലെ വജദ വന്നപ്പോൾ യജിദു ഹുവ യജിദു ഹിയ തജിദു. അപ്പോൾ വാവ് പോയി, വജദ യജിദിന്റെ വാവ് പോയി. അർബൂർണ ക്രിയയിലേക്ക് വന്നപ്പോൾ തന്നെ വാവ് പോയി, പിന്നീട് ബാക്കിയാണ്. അതേപോലെ വക്കായക്കയില് ഹദായഹദിയിൽ വരുമ്പോ ഹിയ ഹദത്ത് ഹിയ തഹദി എന്നാണ് വരിക. അപ്പൊ ഹിയ തഖി. അപ്പൊ ദുർബലാക്ഷരം അവസാന ദുർബലാക്ഷരം അവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ. വക്കാ വക്കൗ വക്കൈത വക്കൈതും വക്കൈതു വക്കൈന യഖി യഖൂന തഖി തഖൂന അഖി നഖി ഖി ഖു ലാ തഖി ലാ തഖു വാക്കിൻ മൗഖിയുൻ വിഖായത്തുൻ ഹിയ വഖത്ത് ഹിയ തഖി. ഒറ്റശ്വാസം അറിഞ്ഞ് വക്കാ വക്കൗ വക്കൈത വക്കൈതും വക്കൈതു വക്കൈന യഖി യഖൂന തഖി തഖൂന അഖി നഖി ഖി ഖു ലാ തഖി ലാ തഖു വാക്കിൻ മൗഖിയുൻ വിഖായത്തുൻ ഹിയ വഖത്ത് ഹിയ തഖി. ഒരാൾ പറയും വക്കാ വക്കോ വക്കൈത്ത് വക്കൈത്തും വക്കൈത്ത് വക്കൈന യഖി യഖൂന തഖി തഖൂന ഖി നഖി ഖി ഖു ലാ തഖി ലാ തഖു കാഇൻ നഖിയുൻ വാക്കിൻ 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 വഖിയുൻ വാക്കിൻ മൗഖിയുൻ വാക്കിൻ മൗഖിയുൻ ഖിയുൻ വിഖായത്തുൻ ഹിദായത്തുൻ പോലെ വിഖായത്തുൻ
വിക്കായത്തും ഹിയ വക്കത്ത് ഹിയ തക്കൈ. ഉണ്ടോ? വണ്ടി ഓടിക്കുകയാണോ? അതാ ലിഫ്റ്റിലെങ്ങാനാണോ? വേറൊരാൾ പറയും. വഖാ വഖൂ വഖൈത വഖൈതും വഖൈതു വഖൈന. ഒന്നുകൂടെ ആദ്യം ഒന്നുകൂടെ. വഖാ വഖൂ വഖൈത വക്കാ വഖൈതും വക്കൂവല്ല, വഖൈതു വഖൈന. വക്കാ വക്കൂവല്ല, വഖൗ. ഹദാ ഹദൗ ആ. പോലെ പറയും. ഹദാ ഹദൗ പോലെ പറയും. വഖാ വഖൗ വഖൈത വഖൈതും വഖൈതു വഖൈന. യഖീ യഖൂന തഖീ തഖൂന അഖീ നഖീ. ഖീ ഖൂ ലാ തഖീ ലാ തഖൂ. വാഖിൻ മൗഖിയുൻ വിഖായത്തുൻ ഹിയ വഖത് ഹിയ തഖീ. മാഷാ അല്ലാഹ്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോഴത്തേക്ക് ലം വന്നപ്പോൾ എന്ത് ചെയ്തു എന്ന കാര്യം നമ്മൾ വിട്ടുപോയെന്ന് പറഞ്ഞു. അത് ആദ്യം പഠിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ അഫ്ആൽ ഹംസയിലേക്ക് പോകേണ്ടിയിരുന്നത്. അതുകൊണ്ട് അപ്പോൾ ലമ്മിന്റെ അഥവാ അപൂർണ ക്രിയയിലെ അന്ത്യം സുക്കൂൻ വരുത്തുന്ന, ക്രിയാന്ത്യത്തിൽ സുക്കൂൻ വരുത്തുന്ന പദം. ക്രിയകളുടെ അന്ത്യം മാറുന്നത് പ്രധാനമായും അപൂർണ ക്രിയയിലാണ്. പൂർണ്ണക്രിയകളെല്ലാം എന്താണ്? അന്ത്യം ഉറച്ചതാണ്, മുരടന്മാരാണ്. അതിലെന്തെന്നില്ല, അന്ത്യം മാറുന്നില്ല. അതേസമയം അന്ത്യം മാറുന്നത് അപൂർണ ക്രിയയിൽ അന്ത്യം മാറും, ക്രിയാന്ത്യം മാറും. അതിന്റെ 2 സന്ദർഭം പറഞ്ഞിരുന്നല്ലേ? അത് ഫതഹ് വരുന്ന കാര്യം പറഞ്ഞു, ഫതഹ് വരുന്ന കാര്യമാണ് പറഞ്ഞത്. അല്ലല്ലല്ലല്ലല്ലല്ല, അതാണ് ക്രിയാന്ത്യം മാറി വരിക എന്ന് പറഞ്ഞാൽ അതല്ല. അപൂർണ ക്രിയയിൽ മാറി വരും എന്ന് പറഞ്ഞത് അതല്ല. ക്രിയാന്ത്യം മാറി വരും. നിങ്ങൾ കൺഫ്യൂഷൻ എനിക്ക് മനസ്സിലായി. ക്രിയാന്ത്യം മാറി വരും എന്ന് പറഞ്ഞാൽ ക്രിയയ്ക്ക് രൂപഭേദം വരും എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അതെന്താണ്? ഉദ്ദിഷ്ട അർത്ഥം കിട്ടുന്നതിന് വേണ്ടി ഒരു ക്രിയയെ വ്യത്യസ്ത രൂപങ്ങളിലേക്ക് മാറ്റുന്നതിനാണ് ഈ പറഞ്ഞ ഫതഹ ഫതഹു ഫതഹത ഫതഹത്തും ഫതഹത്ത് ഫതഹന യഫ്തഹു യഫ്തഹുന തഫ്തഹു തഫ്തഹുന അഫ്തഹുന അഫ്തഹു ഇഫ്തഹ ഇഫ്തഹു ലാ തഫ്തഹു ലാ തഫ്തഹു ഫതഹിൻ മഫ്തൂൻ ഫത്തുൻ യ ഫതഹത യ തഫ്തഹു എന്നൊക്കെ പറഞ്ഞത്. ഉദ്ദിഷ്ട അർത്ഥം കിട്ടുന്നതിന് വേണ്ടി ഒരു ക്രിയയെ രൂപഭേദം വരുത്തുക. അതെന്താണ്? ക്രിയയുടെ രൂപഭേദമാണ്. അതേസമയം ഉദ്ദിഷ്ടാർത്ഥം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ച അർത്ഥം, നമ്മൾ ഉദ്ദേശിച്ച അർത്ഥം കിട്ടണ്ടേ? ഫതഹ എന്ന് പറഞ്ഞാൽ അവൻ തുറന്നു എന്നാണ്. അവൻ തുറക്കും എന്ന് കിട്ടണമെങ്കിൽ യഫ്തഹു എന്നാക്കണം. നീ തുറക്കുമെന്നാക്കണമെങ്കിൽ ഇഫ്തഹ് എന്നാക്കണം. അതാണ് ഉദ്ദേശിച്ചാർത്ഥം. അതിനുള്ള ഉദ്ദിഷ്ടാർത്ഥം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ചില വാക്കുകൾ മലയാളത്തിൽ പറഞ്ഞ് അത് സംസ്കൃതമായിട്ടുണ്ട്. സംസ്കൃതത്തിൽ നിന്ന് ബോറോ ചെയ്ത വാക്കുകളാണ് അധികവും മലയാളത്തിൽ ഇപ്പോൾ ഉള്ളത്. മലയാളം പരിഷ്കരിച്ചു എന്നാണ് പറയുന്നത്, പക്ഷെ മലയാളത്തിൽ എന്താ പരിഷ്കരണം സംഭവിച്ചത്? മലയാളം എന്ത് ചെയ്തു? പരിഷ്കരിച്ച് സംസ്കൃത വാക്കാക്കി. നമ്മുടെ ഓഫീസിന് മലയാളത്തിൽ എന്താ പറയും? കാര്യാലയം എന്നാ പറയാ. അപ്പൊ കാര്യാലയ എന്ന സംസ്കൃത വാക്ക് ഇട്ടിട്ട് പിന്നെ അതിനെ അമ്മാക്കി. ഇപ്പൊ കാര്യാലയം മലയാളം നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ പല ഭാഷയിലും മറ്റു ഭാഷകളുടെ പദങ്ങളുടെ അതിപ്രസരമുണ്ട്. അത് ഇന്ത്യൻ ഭാഷകളിൽ അധികമാണ് അതിപ്രസരം. ഇന്ത്യൻ ഭാഷയിൽ മറ്റു ഭാഷകളുടെ അതിപ്രസരം അധികമാണ്. നമ്മൾ അറിയുന്നില്ല ഇത് ആ ഭാഷയിലുള്ളതല്ല എന്ന്. പലപ്പോഴും നമ്മൾ പറയുന്ന തമിഴ് വാക്കുകൾ മലയാളത്തിലുള്ളതാണെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പല വാക്കുകളും തമിഴ് വാക്ക് മലയാളത്തിൽ കയറിയിട്ടുണ്ട്, അതേപോലെ സംസ്കൃത വാക്കും കയറിയിട്ടുണ്ട്. എന്തായാലും ഉദ്ദിഷ്ട എന്ന് പറയുന്നത് സംസ്കൃതമാണ്. എന്തായിരുന്നാലും ഉദ്ദേശിക്കപ്പെട്ട എന്നർത്ഥം അതിനാണ്. അങ്ങനെ അതേസമയം ക്രിയയ്ക്ക് ഒരു രൂപമുണ്ട്. ക്രിയയ്ക്ക് എന്തുണ്ട്? ഒരു രൂപം. ക്രിയയുടെ ഒരു രൂപം വാക്യത്തിന്റെ സന്ദർഭത്തിനനുസരിച്ച്, അല്ലെങ്കിൽ വാക്യത്തിൽ അതിന്റെ സ്ഥാനം അനുസരിച്ച് അതിന്റെ അന്ത്യം മാറി വരുന്നു. വാക്യത്തിൽ ഒരു ക്രിയ വന്നു, ആ ക്രിയ വാക്യത്തിലുള്ള
ആ ക്രിയയുടെ സ്ഥാനമനുസരിച്ച് അതിന്റെ അന്ത്യം മാറി വരുന്നു. അതിനാണ് എന്ത് ചെയ്യുന്നത്, ക്രിയാന്ത്യം മാറി വരുന്നു എന്ന് നമ്മൾ പറയും. അല്ലാതെ ഇപ്പൊ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ യഫ്തഹു എന്ന് പറഞ്ഞു വന്നപ്പോ വന്നപ്പോൾ ലൻ യഫ്തഹ എന്ന് വന്നു. അതേസമയം ഫതഹ എന്ന ഒരു വാക്ക്, അതിനു മുമ്പ് എന്ത് വന്നാലും ആര് വന്നാലും ഫതഹ മാറൂല. അല്ലെങ്കിൽ വന്ന ഫതഹ മാറുമോ? ഫതഹ എപ്പോഴും ഫതഹ തന്നെയാണ്. അതേസമയം യഫ്തഹു എന്ന വാക്ക് യഫ്തഹ എന്നാകും, യഫ്തഹ് എന്ന് സുക്കൂനുമാകും. ഫതഹ എന്ന വാക്ക് ഒരിക്കലും മാറൂല. അതും ആണ് മുരടന്മാരായ വാക്കുകൾ. നമ്മൾ അതിൽ പൂർണ്ണക്രിയയിൽ പഠിച്ച ഫതഹ ഫതഹു ഫതഹത്ത് 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 ഫതഹ്ന ഹിയ ഫതഹത്ത് അത്രയും പറഞ്ഞതാണ് പൂർണ്ണക്രിയ. അതില് ഇനി ആര് എന്ത് വന്നാലും ഒരു മാറ്റവും സംഭവിക്കൂല. അതേപോലെ അതിന് മുമ്പോ പിമ്പോ ആരെങ്കിലും വന്നതുകൊണ്ട് അതിനൊരു പേടിയുമില്ല. അതേസമയം യഫ്തഹു എന്ന വാക്കാണെങ്കിൽ ലം യഫ്തഹ്, ലം വന്നാൽ യഫ്തഹ്, ലൻ വന്നപ്പോ യഫ്തഹ അങ്ങനെയൊക്കെ വന്നു. അപ്പൊ ക്രിയാന്ത്യത്തിൽ സുക്കൂൻ വരുന്ന സന്ദർഭമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്രിയാന്ത്യത്തിൽ സുക്കൂൻ വരും. അപ്പൊ നമ്മൾ ക്രിയാന്റെ അന്ത്യത്തിൽ ഫത്തഹ് വരുത്തുന്ന പദങ്ങൾ പഠിച്ചായിരുന്നു. ഏതൊക്കെയാണ്? അല്ലൻ ഇതൻ കൈ. അല്ലൻ ഇതൻ കൈ. അതിന്റെ പ്രധാനപ്പെട്ട ലെന്നാണ്. അന്നും ലെന്നുമാണ് പ്രധാനപ്പെട്ടത്. അന്നും ലെന്നുമാണ് പ്രധാനപ്പെട്ടത്. അതേപോലെ ഇവിടെ പ്രധാനപ്പെട്ടതാണ് ഇന്നും ലെമ്മും. ഇന്നും ലെമ്മുമാണ് ഇവിടെ പ്രധാനം. മൊത്തത്തിൽ പറഞ്ഞാൽ ഇല്ലം ലമ്മ ഇല്ലം ലമ്മ മാത്രം പറഞ്ഞാലും മതി. ലാമുൽ അമ്രൻ ലാൽ നഹിയൊക്കെ നമ്മൾ വേറെ പഠിക്കുന്നുണ്ട്, വേറെ രൂപത്തിലാണ് പഠിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇതാണ് ഓർമ്മ ചെയ്യുക. എപ്പോൾ ഏതൊക്കെ പദങ്ങളാണ് ക്രിയ അന്ത്യത്തിൽ മാറ്റം വരുത്തുന്നതെന്ന് ചോദിച്ചാൽ ലം ലമ്മ ലാമുൽ അമ്ര ലന്നാഹിയ എന്നാണ് പറയാ. വിരോധത്തിന്റെ വിരോധത്തിന്റെ ലാ എന്ന് പറഞ്ഞാൽ ലാ തഫ്തഹ് എന്ന് പറഞ്ഞപ്പോ വിരോധക്രിയയുടെ വന്നതുകൊണ്ടാണ് തഫ്തഹിന് സുക്കൂൻ വന്നത്. പക്ഷെ നമ്മൾ അന്ന് അത് പഠിച്ചില്ല. ഇപ്പോഴാണ് മനസ്സിലായത്. ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അന്ന് പഠിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലാകുന്ന സമയം വരെ ലം യലിദ് അന്ന് പറഞ്ഞപ്പോ ഇപ്പാണ് അതെ. അപ്പൊ ഇവിടെ ഓർമ്മിച്ച് വെക്കേണ്ടത് രണ്ട് പദങ്ങളാണ്, ഇന്നും ലെമ്മും. ലെമ്മ വന്നിട്ടുണ്ട്, പക്ഷെ ലെമ്മ പല സ്ഥലങ്ങളിലും ഇതേപോലെ ശേഷമുള്ളതിന് സുക്കൂൻ വരുത്തുന്ന രീതിയിലല്ല വന്നിരിക്കുന്നത്. പലപ്പോഴും അത് വേറെ രീതിയിലാണ് വന്നിരിക്കുന്നത്. പിന്നുള്ളത് ലൻ നാഹിയ. അപ്പൊ ലൻ നാഹിയ നമ്മൾ പഠിക്കുന്നുണ്ട്. ലാ തഫ്തഹ് എന്ന് പറയുന്നിടത്ത് സുക്കൂൻ വരാൻ കാരണം വിരോധക്രിയയുടെ പദമായ വിരോധക്രിയാരൂപത്തിന്റെ പദമായ ലാ വന്നിട്ടുണ്ട്. അതെ, ലാ തഫ്തഹ് എന്നുണ്ട്. അതേപോലെ ലമ്മ ലാമുൽ അംർ, ലാമുൽ അംറാണ്. ഫൽ യൻദുരിൽ ഇൻസാനു എന്നൊക്കെ പറയും. അപ്പൊ നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. നമ്മൾ അല്ലൻ ഇതൻ കൈ പഠിച്ചു വെച്ചതുപോലെ ഇല്ലൻ ലമ്മ ലാമുൽ അംറ ലൻ നാഹിയ. എന്താണ്? വിരോധക്രിയയുടെ ഓക്കെ. ഞാൻ അതിന്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ സുക്കൂൻ, ഒറിജിനൽ സുക്കൂൻ ആയിട്ട് എഴുതിയിട്ട് സുക്കൂനാണ് കേട്ടോ. ഇത് എന്താ പറയാ, കോപ്പിറൈറ്റ് മെത്തേഡ് എന്ന് പറയും. കോപ്പിറൈറ്റ് മെത്തേഡ് എന്ന് പറയും. കോപ്പി റൈറ്റിംഗ് മെത്തേഡ് എന്നാണ് ഇതിന് പറയുന്നത്. അതായത് ഈ സുക്കൂനൊക്കെ നമ്മൾ എഴുതുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ഉസ്മാനി സ്ക്രിപ്റ്റിന്റെ രീതിയിലല്ല. ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സുക്കൂനെ കുറിച്ച് ചർച്ച ചെയ്തില്ലേ? അപ്പോൾ ഇവിടെ ഫുൾ സർക്കിളായിട്ട് ഇനി അത് ഖുറാനിൽ നിന്ന് കോപ്പി എടുക്കാത്തതുകൊണ്ടുള്ള കുഴപ്പം. ഇൻ യശ. അപ്പോ ഇൻ ലം, ഇത് ഇന്നും ലമ്മും വന്നാൽ സുക്കൂൻ ചെയ്യണം. അതുകൊണ്ടാണ് ഇൻ യശ ഇൻ വന്നപ്പോൾ എന്ത് ചെയ്തു? സുക്കൂൻ ചെയ്തു. യുദ്ഹിബ്, ഇന്നിന് വേറൊരു പ്രത്യേകം കൂടെ ഉണ്ട്. ഇൻ വന്നു കഴിഞ്ഞാൽ രണ്ട് ക്രിയക്ക് എന്ത് ചെയ്യും? സുക്കൂൻ ചെയ്യോ?
രണ്ട് ക്രിയക്ക് സുക്കൂൻ ചെയ്യും. ഇൻ യശ, അതേതാണെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻ യശ, അവൻ ഉദ്ദേശിച്ചെങ്കിൽ എന്ത് സംഭവിക്കും? അതിന്റെ കൂടെയും സുക്കൂൻ വരും. അവൻ ഉദ്ദേശിച്ചെങ്കിൽ എന്ന് പറയുന്ന എങ്കിൽ ഇൻ വന്നത് കൊണ്ട് യശ എന്നതിന് സുക്കൂൻ വന്നു. ഇനി അവൻ ഉദ്ദേശിച്ചു എന്ന് അപ്പൊ ആ പറഞ്ഞ പദത്തിന്റെ റിസൾട്ട് വരും. അങ്ങനെ ഉദ്ദേശിച്ചാൽ എന്ത് സംഭവിക്കും? യുദ്ധിക്കും, നിങ്ങളെ പോക്കിക്കളയും. യശാവൻ ഉദ്ദേശിച്ചെങ്കിൽ യുദ്ധിക്കും, നിങ്ങളെ പോക്കിക്കളയും. അദ്ഹബ പോക്കി, യുദ്ഹിബ് പോക്കിക്കളയും. യുദ്ഹിബ് കോം. അപ്പൊ ഇൻ നമ്മുടെ വിഷയം ഇൻ വന്നതുകൊണ്ട് അവിടെ ജസ്മി ചെയ്തു, മറ്റു സുക്കൂൻ ചെയ്തു, യശ എന്ന് വന്നു. മാത്രമല്ല അടുത്ത ക്രിയയ്ക്കും സുക്കൂൻ ചെയ്തു. യുദ്ഹിബ് കോം. വയഅതി ബിഖൽഖിൻ ജദീദ്, പുതിയ ഒരു സൃഷ്ടിയെ കൊണ്ടുവരും. നമ്മൾ അള്ളാന്റെ മാർഗത്തിൽ പണിയെടുത്തില്ലെങ്കിൽ അള്ളാന്റെ മാർഗത്തിൽ പണിയെടുക്കുന്ന പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്ന പറഞ്ഞു. ഈ യശ യർഹംകും, അതും ഇതുപോലെ തന്നെ ഇൻ വന്നുകൊണ്ട് എന്ത് ചെയ്തു? ഈ യശ ഉദ്ദേശിച്ചെങ്കിൽ, അപ്പൊ യശ യർഹം കും, നിങ്ങൾക്ക് കരുണ ചെയ്യുമായിരുന്നു. യർഹം കും, ഈ യശ യർഹം കും. ഔ ഇൻ യശ യുഅസിബുക്കും, അല്ല ഇൻ യശ അവൻ ഉദ്ദേശിച്ചെങ്കിൽ യുഅസിബുക്കും, നിങ്ങളെ ശിക്ഷിക്കുകയും ചെയ്യും. അപ്പൊ ഇൻ വന്നുകൊണ്ട് എന്ത് ചെയ്തു? അവിടെ എല്ലാം രണ്ടെണ്ണത്തിന് സുക്കൂൻ ചെയ്തു. അടുത്ത ഉദാഹരണം, സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. ഇൻ കഴിഞ്ഞാൽ സുക്കൂൻ വരുന്ന ഏതാ പദം? ലം. ലം ആണ്. സവാഉൻ അലൈഹിം, അൽ ബഖറയുടെ തുടക്കത്തിൽ നമുക്ക് കാണാം സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും. അപ്പൊ ലം വന്നോണ്ട് എന്ത് ചെയ്തു? തുൻദിർഹും. യാസീനിലും വന്നിട്ടുണ്ട്. യാസീനിൽ എന്താണ്? യാസീനിൽ വസവാഉനാണ്. യാസീനിൽ വസവാഉനാണ്. അൽ ബഖറയിൽ സവാഉനാണ്. അൽ ബഖറയുടെ തുടക്കമല്ലേ, അത് കാണാൻ പഠിച്ചോളി. യാസീനും കാണാൻ പഠിച്ചോളി. അപ്പൊ എന്താണ് യാസീൻ കാണാൻ പഠിക്കുമ്പോ വസവാഉനാണ്, അൽ ബഖറയിൽ സവാഉനാണ്. ഒക്കെ എല്ലാം വന്നുകൊണ്ട് തുൻദിർഹും. അതേപോലെ ലം യലിദ് വലം യൂലദ്, രണ്ട് സ്ഥലത്തും ലം വന്നോണ്ട് ലം യലിദ് വലം യൂലദ്. അപ്പൊ നമ്മളിങ്ങനെ കാണാൻ പഠിക്കുമ്പോഴത്തേക്ക് ലം യലിദ് വലം യൂലദ് അവിടെ ലമ്മാണോ സുക്കൂനാണോ എന്ന് സംശയം. കാണാൻ പഠിച്ചു, പക്ഷെ എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതും? ലമ്മാണോ? ലം വന്നുകൊണ്ട് എന്താണ്? ലം യലിദ് എന്നാണോ, അതല്ല ലം യലിദു എന്നാണോ, സുക്കൂനാണോ ലമ്മാണോ എന്ന് സംശയം വരും. ഞാൻ സംശയിക്കേണ്ട കാര്യമില്ല. ലം വന്നാൽ അവസാനത്തിന് സുക്കൂൻ വരും. ലം യലിദ്, ലം യലിദ് വലം യൂലദ് വലം യകുൻ. ക്രിയക്കാണല്ലോ അല്ലേ സുക്കൂൻ ചെയ്യാ? ക്രിയക്കാണ് സുക്കൂൻ ചെയ്യുക. ലം വരുമ്പോൾ ക്രിയക്കാണ് സുക്കൂൻ ചെയ്യുക. നാമങ്ങൾക്ക് സുക്കൂനേ ഇല്ല. നാമങ്ങൾക്ക് എന്തില്ല? സുക്കൂനേ ഇല്ല. സുക്കൂനേ ഇല്ല. നാമങ്ങൾക്ക് വരുന്നത് 10 കസും ലമ്മും മാത്രമേ വരൂ. ക്രിയകൾക്ക് കസറില്ല. 10 ലമ്മും സുക്കൂനും, 10 ലമ്മും സുക്കൂനും മാത്രമേ ഉള്ളൂ, കസറില്ല. ഓക്കെ. ലം യലിദ് വലം യൂലദ് വലം യകുൻ. വീണ്ടും ലം വന്നുകൊണ്ട് യകുൻ എന്ന് പറയും. ലം യകുൻ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി മറ്റാരും തന്നെ ഇല്ല. അതേപോലെ ലമ്മ വന്നതിന്റെ ഉദാഹരണം വലമ്മ യദ്ഖുലുൽ ഈമാനു, വലമ്മ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും. ആള് സുക്കൂൻ വന്നില്ലല്ലോ. അവിടെ മനസ്സിലായ ആരുണ്ട്? രണ്ടും കൂടെ അല്ലും ലാമിന് സുക്കൂന് വന്നപ്പം ഇതിന് അകത്തേന് കെസർ കൊടുക്കുമല്ലോ അല്ലേ? ചിന്തിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. ഇങ്ങനെ ചിന്തിച്ച് വായിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഖുർആൻ അങ്ങനെ 6 മാസം ചിന്തിച്ച് വായിച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് പെട്ടെന്ന് ഈ പറഞ്ഞെല്ലാം കിട്ടും. ലമ്മായ ദുഹൽ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു അപൂർണ ക്രിയല്ല, ക്രിയക്ക് കെസറില്ല എന്ന് പറഞ്ഞു. ഇവിടെ എങ്ങനെയൊക്കെ ക്രിയക്ക് കെസർ വന്നു?
ഇവിടെ അതാ ഞാൻ സുക്കൂൻ ചോദിച്ചത്. മാറ്റാൻ വേണ്ടി, രണ്ട് സുക്കൂൻ ഒരുമിച്ച് വന്നുകൊണ്ട് അത് മാറ്റാൻ വേണ്ടി തൽക്കാലം കൊടുത്തതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അവിടെ യദ്ഖുലു എന്നാണ്, യദ്ഖുലു എന്നാണ്. ലമ്മാ യദ്ഖുൽ, ലമ്മാ യദ്ഖുൽ എന്നാണ്. യദ്ഖുൽ, ലമ്മാ യദ്ഖുൽ എന്നാണ് അവിടെ. അല്ലിമാന്റെ സുക്കൂനും യദ്ഖുലിന്റെ സുക്കൂനും കൂടെ ചേർന്ന് വന്നപ്പോൾ എന്ത് ചെയ്തു? ആദ്യത്തെ അക്ഷരത്തിനാണ് സുക്കൂൻ മാറ്റേണ്ടത്. അതുകൊണ്ട് എന്ത് ചെയ്തു? ലമ്മാ യദ്ഖുലിൽ ഈമാനു ഫീ ഖുലൂബിക്കും. ഹൃദയങ്ങളിലേക്ക് സ്വർഗം അല്ല, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഈമാൻ കടന്നിട്ടില്ല എന്നാ പറഞ്ഞത്. ശരിയാണെന്ന് നമ്മൾ നോക്കണം കേട്ടാ. കുറെ ആൾക്കാർ വന്ന് നബിയിലേക്ക് പറഞ്ഞു ഞങ്ങളെ മുസ്ലിങ്ങളാണ്, ഞങ്ങൾ മുസ്ലിങ്ങളല്ല എന്ന് ആര് പറഞ്ഞു? അത് ചോദിച്ചു. അവരങ്ങ് പോയപ്പോഴത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അള്ളാഹു ഖുർആനിൽ അവതരിപ്പിച്ചു, വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും. ഇങ്ങനെ വാചാളമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുസ്ലിങ്ങളാണ്, മുസ്ലിങ്ങളല്ല എന്ന് ആര് പറഞ്ഞു എന്നൊക്കെ ചോദിച്ചാൽ അവരൊന്നും മുസ്ലിങ്ങളല്ല. അവരുടെ ഹൃദയങ്ങളിലേക്ക് ഈമാൻ കടന്നിട്ടില്ല. ലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഈമാൻ കടന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ലമ്മായ്ക്ക് ഉദാഹരണം കിട്ടി. أم حسبتم أن تدخلوا الجنة ولما يعلم الله الذين جاهدوا منكم ويعلم الصابرين. അപ്പൊ ഇവിടെ സുക്കൂനുണ്ടോ ലമ്മായ്ക്ക് ശേഷം? ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ലാമിൽ ഒരു ആദ്യത്തെ ലാമിൽ സുക്കൂനാണ്. അങ്ങനെയാണ് ലമ്മാ യദ്ഖുലുൽ ലമ്മാ യഅലമില്ലാഹു എന്ന് വന്നു. വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമസ് സ്വാബിരീൻ. അം ഹസിബത്തും, നിങ്ങൾ കരുതിപ്പോയോ, അൻ തദ്ഖുലുൽ ജന്നത, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന്. ലമ്മ വന്നാൽ ഒറിജിനല് സുക്കൂന് വരുന്നില്ലല്ലേ? കുഞ്ഞവസിക്കാൻ വരും. അതിനകത്ത് അപ്പുറത്ത് വന്നുകൊണ്ടല്ലേ, അപ്പുറത്ത് വന്നുകൊണ്ടല്ലേ. ഇപ്പം ഇവിടെ ലമ്മായാലം അങ്ങനെ മാത്രം പറഞ്ഞെന്തായി? ലമ്മായാലം സുക്കൂൻ തന്നെ, ഒറിജിനൽ സുക്കൂനല്ലേ. ലമ്മായാലമില്ലാകും. അടുത്തത് വൽതകും മിൻകും ഉമ്മത്തുൻ. അപ്പൊ ലാമുൽ അംറ്, കൽപ്പനയ്ക്കുള്ള ലാമ് വന്നാലും ലാമിന് സുക്കൂനായിരുന്നു. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ എന്ന് ഖുർആനിൽ. നിങ്ങളിൽ നിന്നും ഒരു വിഭാഗം നിങ്ങൾ ആകട്ടെ, വൽതകും മിൻകും നിങ്ങൾ ആകട്ടെ, ഉമ്മത്തുൻ നിങ്ങളുടെ സമൂഹമാകണം, യദ്ഊന ഇലൽ ഖൈർ നന്മയിലേക്ക് ക്ഷണിക്കുന്ന, വയൻഹൗന അനിൽ മുൻകർ. ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി. നന്മയിലേക്ക് ക്ഷണിക്കുന്ന, നന്മ കൽപ്പിക്കുന്ന ഒരു സമൂഹമാകണം നിങ്ങൾ. എന്തായാലും ഇവിടെ വൽ തകുൻ, ഇപ്പൊ ലാം എന്താണ്? നിങ്ങൾ ആകട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ആകണം എന്നാണ്. ഉമ്മത്തിൽ മാത്രമേ ഉള്ളല്ലോ. ായിരിക്കും. ലായും ലീയും ഉണ്ടാവില്ല, ലൂവും ഇല്ല. ത്തിന്റെ ലാ ഇതിൽ കാണില്ലല്ലോ. ലായ്ക്ക് സുക്കൂനാണ്. കൽപ്പനയുടെ ലാമിന് എപ്പോഴും സുക്കൂനായിരിക്കും. കൽപ്പനയുടെ ലാമിന് എപ്പോഴല്ല, കൽപ്പനയുടെ ലാം യഥാർത്ഥത്തിൽ കെസ്റാണുള്ളത്. അവിടെ വായോ ഫായോ ചേർന്ന് വന്നാൽ വൽ തെക്കുൻ പോലെ ലാമിന് സുക്കൂൻ വരും. അതാണിത്, വൽ തെക്കുൻ മിൻകും ഉമ്മത്തുൻ. ഇപ്പൊ ലാ എന്നുള്ള ഉദാഹരണം ഇവിടെ ഇല്ല, കാണില്ല. ലാ എന്ന ഉദാഹരണമില്ല. യഥാർത്ഥത്തിൽ കൽപ്പനക്രിയയുടെ ലാമിന് ലാ എന്ന് നമ്മൾ പറഞ്ഞില്ലല്ലോ. ഇൻ ലം ലമ്മ ലാമുൽ അംർ, ലാമുൽ അംർ, ലാ അല്ല. ലന്നാഹിയ എന്ന് പറഞ്ഞാൽ എന്താ? വിരോധക്രിയയുടെ ലാ. അത് ഉദാഹരണം വരും ഇനി. ഇവിടെ ഇപ്പൊ ലമ്മ വരെ ഉദാഹരണം പറഞ്ഞല്ലോ. ലമ്മ കഴിഞ്ഞ ശേഷം വൽ തെക്കുൻ എന്നതിൽ കിടക്കുകയാണ്. അതെടുത്ത് വെച്ചു. വൽ തെക്കുൻ ഉണ്ടാകട്ടെ.
വൽത്തക്കുൻ ഒന്നുകൂടെ പറയാമോ? എന്താണ് വൽത്തക്കുൻ വന്നപ്പോ എന്താ സംഭവിച്ചത്? എന്താ സംഭവിച്ചത്? നമ്മൾ പഠിച്ചില്ലേ ഫൽ യൻദുറിൽ ഇൻസാൻ, ലാമിന് ഫൽ യൻദുറിൽ ഇൻസാൻ എന്ന് പഠിച്ചോ? ആ എന്താ പക്ഷെ പറഞ്ഞത്? നമ്മളിപ്പോ യഥാർത്ഥം പഠിച്ചതില് ഈ ഫയോ ലം ലമ്മ അതല്ലേ പഠിച്ചത്? അല്ല, ഫൽ യൻദുറിൽ ഇൻസാൻ എന്ന് മുമ്പ് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട്. എന്താ ഫായും അർത്ഥം? ഫായും വന്ന എന്താണ് പറഞ്ഞത് അവിടെ? ഫൽ യൻദുറിൽ ഇൻസാനു, മനുഷ്യൻ നോക്കട്ടെ. നോക്കട്ടെ. അപ്പോ അവിടെ ഒരു ഇൽ വന്നിട്ടുണ്ടോ? ആ ഇല്ലാണ് അങ്ങനെ ചെയ്യട്ടെ എന്നതിന്റെ പദം. വായും ഫായും വന്നാല് ലാമിന് സുക്കൂന് അന്നേരം നമ്മൾ പറഞ്ഞു തന്നായിരുന്നു, ലാമുൽ അമ്രാണ് ഇവിടെ വന്നിരിക്കുന്നത്, കൽപ്പനക്രിയയുടെ ലാമാണ്. ആ കൽപ്പനക്രിയയുടെ ലാമിന് ഒറിജിനൽ അടയാളം എന്താണ്? കെസറാണ്. കെസറാണ്. അപ്പോ ഇഫ്തഹ്, നീ തുറക്കൂ. ഇഫ്തഹു, നിങ്ങൾ തുറക്കൂ. ലി യഫ്തഹ്, അവൻ തുറക്കട്ടെ. ലി തഫ്തഹ്, അവൾ തുറക്കട്ടെ. ലി അഫ്തഹ്, ഞാൻ തുറക്കട്ടെ. ലി നഫ്തഹ്, നാം തുറക്കട്ടെ. ഇങ്ങനെയാണ്. ഞാൻ പറയുന്നതല്ല കേൾക്കണം, നിങ്ങൾ പറയുന്നതാണ് കേൾക്കണം. എന്താ പറഞ്ഞത്? വാ വരുമ്പോ വായ വാ വരുമ്പോ കെസറിന് സുക്കൂന് കൊടുക്കും. കെസറിന് പകരം സുക്കൂന് കൊടുക്കും. അതിപ്പോ പറഞ്ഞോ? നിങ്ങൾ നേരത്തെ കേട്ട് പഠിച്ചു വെച്ചിട്ടാണ് പറയുന്നത്. ഞാൻ ഇപ്പൊ പറഞ്ഞത് എന്താ പറഞ്ഞത്? കൽപ്പനക്രിയയുടെ ലാമിന് എന്താ അടയാളം? ലിയുൻഫിഖ് ദു സഅത്തിൻ മിൻ സഅതിഹി, ഫലിയുൻഫിഖ്. അപ്പോ ലിയുൻഫിഖ് ദു സഅത്തിൻ, കഴിവുള്ളവൻ ചിലവഴിക്കട്ടെ. കഴിവുള്ളതായ അവൻ ചിലവഴിക്കട്ടെ എന്നാണ്. പിന്നെ അതിന്റെ മുമ്പ് വേറെ എന്തെങ്കിലും ചേർന്ന് വന്നാൽ എന്തായി? സുക്കൂൻ വരും. അങ്ങനെയാണ്. ഫൽ യൻദുറിൽ ഇൻസാൻ, ഫ വന്നപ്പോ സുക്കൂൻ വന്നു. വാ വന്നാലും സുക്കൂൻ വരും. വൽതകുൻ, വൽതകുൻ ആകട്ടെ. വായും ഫായിലും അത് അതിന് തൊട്ട് മുമ്പുള്ള വാക്ക് ചേർന്ന് വരും. അതിന് തൊട്ട് മുമ്പുള്ള വാക്ക് ചേർന്ന് വരും. അതിന്റെ എന്താ ഉദാഹരണം പറയോ ഉസ്താദേ? ഇപ്പൊ ഓർമ്മയില്ല. എന്തെങ്കിലുമൊക്കെ ചേർന്ന് വരും. വായും ഫായും ഇല്ലാതെ വേറെയും പലതും ചേർന്ന് വരാം. വായും ഫായും ഇല്ലാതെ വേറെയും ചേർന്ന് വരും. പലപ്പോഴും വായും ഫായുമാണ് ചേർന്ന് വരുന്നത്. നമ്മൾ ഖുർആനിൽ വന്നിരിക്കുന്നതൊക്കെ അങ്ങനെയാണ്. വായും ഫായുമാണ് ചേർന്ന് വൽതകുൻ. അതേസമയം ലി യുൻഫിഖ് എന്ന് വന്നു. അപ്പൊ ലിയാണ് അവിടെ വന്നത്. ഓക്കെ. അപ്പോ ലാമുൽ അംറിന് വന്നാൽ അതിനെന്തായി? അവസാനം സുക്കൂൻ ആണ്. ഫമൻ ശഹിദ മിൻകും അശ്ശഹ്റ, ലാമുൽ അംറ് തുടക്കത്തിലേ വരുള്ളൂ. വേറെ എവിടെ വരണം? അല്ല, അവസാനത്തില് വരൂല. ലാമുൽ അംറ് തുടക്കത്തിലേ വരൂ. ക്രിയയുടെ തുടക്കത്തിൽ ലാമുൽ അംറ് ചേർന്ന് വരും. അതേപോലെ ലീ ചേർന്ന് വരും. കസർ വരുന്ന പദം ക്രിയക്ക് കസർ വരുന്നത്. ഓക്കെ. ഫമൻ ശഹിദ മിൻകും അശ്ശഹ്റ ഫൽയസുംഹു, അവൻ നോമ്പെടുക്കട്ടെ. അപ്പോ ഇവിടെ വൽതകുൻ ഉണ്ടാകട്ടെ. ഫൽയസുംഹു, അവൻ അതിൽ നോമ്പെടുക്കട്ടെ. ഇങ്ങനെയാണ് ഇത് വരുന്നത്, സുക്കൂൻ വരുന്നത്.
ഓക്കെ, ബാക്കിയെല്ലാം എന്ത് ചെയ്യാം, ശ്രദ്ധിച്ച് വായിച്ച് കേട്ട് പഠിക്കുക. ഈ സാധനം നമ്മൾ പറഞ്ഞ സംഗതി സുക്കൂൻ വരുത്തുന്ന പദങ്ങളും അതിന്റെ ഉദാഹരണവും ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അത് നോക്കി പഠിച്ച് എഴുതിയൊക്കെ വയ്ക്കുക. അപ്പൊ എഴുതി വെക്കാൻ പറയുന്നത് നിങ്ങൾ എഴുതി പ്രാക്ടീസ് ആവാൻ വേണ്ടിയാണ്, എഴുതി വെച്ചിട്ട് എനിക്ക് നോക്കാൻ വേണ്ടിയല്ല. എഴുത്തിലും പരിശീലനം വേണം. ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുചേരൽ സ്വാലിഹായവരായി സ്വീകരിക്കട്ടെ. നമ്മളിന്ന് വന്നു പോയിട്ടുള്ള പാകപ്പിഴകളാണ് പുറത്ത് മാറ്റി തരുമാറട്ടെ. ലോകം അഭിമുഖീകരിക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്നും അവൻ എല്ലാ പ്രതിസന്ധികൾക്കും അവൻ പോംവഴി ഉണ്ടാക്കി തരട്ടെ. ആമീൻ. എന്നാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്. അള്ളാഹെ സൂക്ഷിച്ച് ജീവിച്ചാൽ, ഏതൊരുവൻ അള്ളാഹെ സൂക്ഷിച്ച് ജീവിക്കുന്നു അവൻ യജ്അൽ മഖ്റജ, അവർക്ക് പോംവഴി ഉണ്ടായി കൊടുക്കും. അപ്പൊ നമുക്ക് പോംവഴി കിട്ടിയില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ അള്ളാഹെ സൂക്ഷിച്ച് ജീവിക്കുന്നില്ല, സംതിങ് റോങ്, എവിടെയോ എന്തോ ചീഞ്ഞു നാറുന്നുണ്ട് എന്നാണ്. നമ്മൾ ആ സന്ദേശമാണ് ലോകത്തിന് കൊടുക്കേണ്ടത്. നമ്മൾ അറിയാം, നമ്മളെ പ്രതീക്ഷയോടുകൂടിയാണ് പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അത് എല്ലാ സമൂഹവും അല്ലെങ്കിൽ എല്ലാ ജനങ്ങളും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. ആ രീതിയിൽ പ്രതിസന്ധികൾ നീങ്ങാൻ അള്ളാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന الراحمين صلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. إلى اللقاء بإذن الله. السلام عليكم ورحمة الله وبركاته. السلام